നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. എരുമപ്പെട്ടി ചിറമനങ്ങാട് നെല്ലിക്കുന്നിൽ വീടിനുള്ളിൽ മനുഷ്യന്റെ അസ്ഥികൂടം കണ്ടെത്തിയ സംഭവത്തിൽ പോലീസ് അന്വേഷണം ഊർജിതം. ഫോറൻസിക് വിഭാഗം സ്ഥലത്തെത്തി പരിശോധന നടത്തി. സ്ത്രീയുടെ ശരീരാവശിഷ്ടങ്ങളാണ് കണ്ടെത്തിയതെന്ന് പ്രാഥമിക സൂചന. കാട്ടകമ്പാൽ കരിച്ചാൽ കടവിൽ ശിവരാത്രി ആഘോഷത്തിനിടെയുണ്ടായ സംഘർഷത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റു. പെങ്ങാമുക്ക് പീടികേശ്വരം ക്ഷേത്രത്തിലേക്ക് ആഘോഷങ്ങൾ കൊണ്ടുപോകുന്നതിനിടെയാണ് ക്ലബ്ബുകൾ തമ്മിൽ സംഘർഷമുണ്ടായത്. സംഭവത്തിൽ ഇരുവിഭാഗത്തിൽപ്പെട്ടവർക്കുമെതിരെ കേസ്. മാനവരുടെ പാപപരിഹാരത്തിനായി സ്വയം ബലിയായി തീർന്ന ദൈവപുത്രന്റെ കുരിശുമരണത്തിന്റെയും ഉത്ഥാനത്തിന്റെയും സ്മരണയിൽ ക്രൈസ്തവർ വലിയ നോമ്പിലേക്ക് പ്രവേശിച്ചു. വിശ്വാസികൾക്ക് ഇനി വ്രതാനുഷ്ഠാനത്തിന്റെയും പ്രാർത്ഥനയുടെയും നാളുകൾ. വലിയ നോമ്പാചരണത്തിന്റെ ഭാഗമായി കാത്തോലിക്ക വിശ്വാസികൾ വിഭൂതി തിരുനാൾ ആചരിച്ചു. പെരുമ്പിലാവ് അൻസാർ സ്കൂളിലെ ഭക്ഷ്യ വിഷബാധ. വിവിധ ആശുപത്രികളിൽ ചികിത്സയിൽ കഴിയുന്ന കുട്ടികളുടെ ആരോഗ്യനില മെച്ചപ്പെടുന്നു. ചികിത്സയിൽ കഴിയുന്ന കുട്ടികളെ AC മൊയ്തീൻ MLA സന്ദർശിച്ചു. വാർത്തകൾ വിശദമായി. കടവല്ലൂർ ഒറ്റപ്പിലാവ് വലിയറ രുധിരമാല ഭഗവതി ക്ഷേത്രത്തിൽ വൻ കവർച്ച. ക്ഷേത്രത്തിലെ സ്റ്റോർ റൂമിന്റെ പൂട്ടുപൊളിച്ച് അകത്ത് കയറിയ മോഷ്ടാക്കൾ 40,000 രൂപയോളം വിലമതിക്കുന്ന ഓട്ടുപാത്രങ്ങളും CCTV സംവിധാനങ്ങളും കവർന്നു. ശനിയാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്കും ഞായറാഴ്ച രാവിലെ 9:30 ഇടയിലുള്ള സമയത്താണ് മോഷണം നടന്നതെന്നാണ് നിഗമനം. സ്റ്റോർ റൂമിൽ സൂക്ഷിച്ചിരുന്ന 10 ഓട്ട് നിലവിളക്കുകൾ, ഒരു കുത്തുവിളക്ക്, കിണ്ടി, കവരവിളക്ക് എന്നിവയ്ക്ക് പുറമെ CCTV മോണിറ്ററും അതിന്റെ DVRും മോഷ്ടാക്കൾ കൊണ്ടുപോയിട്ടുണ്ട്. ക്ഷേത്ര കമ്മിറ്റി അംഗമായ ബിജു നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ കുന്നംകുളം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. മോഷ്ടാക്കളെ കണ്ടെത്താനായി പോലീസ് ഊർജിതമായ തെരച്ചിൽ നടത്തിവരികയാണ്. എരുമപ്പെട്ടി ചിറമനങ്ങാട് നെല്ലിക്കുന്നിൽ വീടിനുള്ളിൽ മനുഷ്യന്റെ അസ്ഥികൂടം കണ്ടെത്തിയ സംഭവം പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഫോറൻസിക് വിഭാഗം സ്ഥലത്തെത്തി പരിശോധന നടത്തി. സ്ത്രീയുടെ ശരീരാവശിഷ്ടങ്ങളാണ് കണ്ടെത്തിയത് എന്നാണ് പ്രാഥമിക നിഗമനം. ഇതുമായി ബന്ധപ്പെട്ട തെളിവുകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. ചിറമനങ്ങാട് നെല്ലിക്കുന്ന് പാടശേഖരത്തിന് സമീപം ആൾതാമസമില്ലാത്ത വീടിന്റെ പുറകിലത്തെ വരാന്തയിലാണ് കുഴിച്ചിട്ട നിലയിൽ തലയോട്ടിയും അസ്ഥികളും കണ്ടെത്തിയത്. 3 വർഷം മുമ്പാണ് വീട്ടിൽ ആൾതാമസമുണ്ടായിരുന്നത്. ആലപ്പുഴയിലുള്ള സ്ത്രീകളടക്കമുള്ള ഒരു കുടുംബവും ഇതര സംസ്ഥാന തൊഴിലാളികളുമാണ് ഇവിടെ താമസിച്ചിരുന്നതെന്ന് നാട്ടുകാർ പറയുന്നു. വീടുമായി നാട്ടുകാർക്ക് അടുപ്പമുണ്ടായിരുന്നില്ല. അടഞ്ഞുകിടന്നിരുന്ന വീട് പഴയ ഉടമസ്ഥന്റെ കയ്യിൽ നിന്നും 2 വർഷം മുമ്പ് മറ്റൊരാൾ വാങ്ങിയിരുന്നു. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി ഓടിട്ട വീടിന്റെ അറ്റകുറ്റപ്പണികൾ നടത്തിവരികയാണ്. ഞായറാഴ്ച വൈകിട്ട് വീടിന്റെ പുറകിലെ ചായ്പിൽ അടുപ്പ് നിന്നിരുന്ന ഭാഗത്ത് നിലം പൊളിക്കുന്നതിനിടയിലാണ് അസ്ഥികൂടം കണ്ടെത്തിയത്. തുണികളിലും പായയിലും പൊതിഞ്ഞ നിലയിലാണ് മൃതദേഹം കുഴിച്ചിട്ടിരുന്നത്. അസ്ഥികളോടൊപ്പം തുണികളുടെയും പായയുടെയും അവശിഷ്ടങ്ങൾ കണ്ടെത്തി. തിരിച്ചറിയാതിരിക്കാൻ മൃതദേഹം കുഴിച്ചിട്ടതിനു ശേഷം കുഴി മൂടി സിമന്റ് തേച്ചിരിക്കുകയായിരുന്നു. കുന്നംകുളം ACP CR സന്തോഷിന്റെയും എരുമപ്പെട്ടി ഇൻസ്പെക്ടർ അനീഷ് കുമാറിന്റെയും നേതൃത്വത്തിലാണ് അന്വേഷണം. ഈ വീട്ടിൽ വാടകയ്ക്ക് താമസിച്ചിരുന്നവരെ കേന്ദ്രീകരിച്ചാണ് പ്രാഥമിക അന്വേഷണം നടക്കുന്നത്. കടങ്ങോട് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KM നൌഷാദ്, മെമ്പർ ആമിന സുലൈമാൻ എന്നിവരുടെ നേതൃത്വത്തിൽ ജനപ്രതിനിധികളും സ്ഥലത്തെത്തി. മാനവരുടെ പാപപരിഹാരത്തിനായി സ്വയം ബലിയായി തീർന്ന ദൈവപുത്രന്റെ കുരിശുമരണത്തിന്റെയും ഉത്ഥാനത്തിന്റെയും സ്മരണയിൽ ക്രൈസ്തവർ വലിയ നോമ്പിലേക്ക് പ്രവേശിച്ചു. ഇനിയുള്ള 50 നാളുകൾ വ്രതാനുഷ്ഠാനത്തിലൂടെയും പ്രാർത്ഥനകളിലൂടെയും സ്വയം നവീകരണത്തിലൂടെയും വിശ്വാസി സമൂഹം പ്രത്യാശയുടെ ഉയർപ്പ് തിരുനാളിനായി ഒരുങ്ങും. ക്രിസ്തുവിന്റെ കുരിശുമരണത്തിന് മുൻപുള്ള പ്രധാന സംഭവങ്ങളിലൂടെയാണ് ക്രൈസ്തവർ ഈ ദിവസങ്ങളിൽ കടന്നുപോകുന്നത്. 40 ദിവസത്തെ ഉപവാസത്തോടെയുള്ള പ്രാർത്ഥനയും തുടർന്ന് പടയാളികൾ ക്രിസ്തുവിനെ പിടികൂടി പിലിത്തോസിന്റെ മുന്നിൽ ഹാജരാക്കി വിചാരണ നടത്തുന്നതും ജനക്കൂട്ടത്തിന്റെ ആവശ്യാർത്ഥം കുരിശുമരണത്തിന് വിധിക്കുന്നതും ഉൾപ്പെടെയുള്ള സംഭവങ്ങൾ പ്രാർത്ഥനകളിൽ ഉൾപ്പെടും. കുരിശു വഹിച്ചുകൊണ്ട് ക്രൂരമായ പീഡനങ്ങൾക്ക് വിധേയനായി ഗാഗുൽത്ത മലയിലേക്കുള്ള ദൈവപുത്രന്റെ യാത്രയും ഇരുവശങ്ങളിൽ നാട്ടിയ കുരിശുകളിൽ കള്ളന്മാർക്കൊപ്പം മധ്യേയുള്ള മരക്കുരിശിൽ മരണം വരിച്ചതും 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റതുമായ ത്യാഗനിർഭരമായ സംഭവങ്ങളിലൂടെ കടന്നുപോയാണ് 50 ദിനരാത്രങ്ങൾ നീണ്ട വലിയ നോമ്പാചരണം സമാപനമാകുക. കാട്ടകമ്പാൽ കരിച്ചാൽ കടവിൽ ശിവരാത്രി ആഘോഷത്തിനിടെയുണ്ടായ സംഘർഷത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റു. പെങ്ങാമുക്ക് പീടികേശ്വരം ക്ഷേത്രത്തിലേക്ക് ആഘോഷങ്ങൾ കൊണ്ടുപോകുന്നതിനിടെയാണ് ക്ലബ്ബുകൾ തമ്മിൽ സംഘർഷമുണ്ടായത്. അഞ്ഞൂർ സ്വദേശി ബിനോയ്, കരിച്ചാൽക്കടവ് സ്വദേശികളായ എവിൻ, സുരേഷ്, ധനലക്ഷ്മി, അഖിൽ എന്നിവർക്കും ഡിവൈഎഫ്ഐ മുൻ മേഖലാ സെക്രട്ടറി ജിഷിനും സംഘർഷത്തിൽ പരിക്കേറ്റു. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 2 മണിയോടെ കരിച്ചാൽ പുതിയ പാലത്തിന് സമീപമായിരുന്നു സംഭവം.
രാഷ്ട്രീയ വൈരാഗ്യമാണ് ആക്രമണത്തിന് പിന്നിലെന്നാണ് സൂചന. BJP അനുഭാവമുള്ള അമിഗോസ് ക്ലബ്ബ് അംഗങ്ങളും CPIM അനുഭാവമുള്ള യങ്ങ ക്ലബ്ബ് അംഗങ്ങളും തമ്മിലാണ് സംഘർഷമുണ്ടായത്. അമിഗോസ് ക്ലബിന്റെ ആഘോഷങ്ങൾ ആരംഭിക്കുന്ന സ്ഥലത്തേക്ക് യങ്ങ ക്ലബ്ബ് അംഗങ്ങൾ എത്തിയതോടെയാണ് തർക്കം തുടങ്ങിയതെന്ന് ഒരു വിഭാഗം ആരോപിക്കുന്നു. ഷൈൻ, ജിഷിൻ, രാഹുൽ, സരോൺ, ആദിദേവ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് തങ്ങളെ മർദ്ദിച്ചതെന്ന് പരിക്കേറ്റ അമിഗോസ് പ്രവർത്തകർ പറഞ്ഞു. അതേസമയം പടിഞ്ഞാറ്റുമുറി യങ്ക കമ്മിറ്റിയുടെ ആഘോഷങ്ങൾ അമിഗോസ് ക്ലബ്ബ് പ്രവർത്തകർ തടയുകയും വടിയും കല്ലും ഉപയോഗിച്ച് അക്രമം നടത്തുകയുമായിരുന്നു എന്ന് മറുവിഭാഗം ആരോപിച്ചു. പരിക്കേറ്റ ജിഷിനെയും മറ്റ് പ്രവർത്തകരെയും പെരുമ്പിലാവ് അൻസാർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. BJP പ്രവർത്തകർക്കെതിരെ CPM നടത്തുന്ന നിരന്തര ആക്രമണത്തിൽ BJP മണ്ഡലം പ്രസിഡന്റ് PJ ജെബിൻ പ്രതിഷേധം രേഖപ്പെടുത്തി. കുന്നംകുളം പോലീസ് സ്ഥലത്തെത്തിയിരുന്നു. പഴഞ്ഞി ഗവൺമെന്റ് സ്കൂൾ ഗ്രൗണ്ടിൽ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് സംയുക്ത പാസിംഗ് ഔട്ട് പരേഡ് നടത്തി. പഴഞ്ഞി അൻസാർ ഇംഗ്ലീഷ് സ്കൂൾ, പഴഞ്ഞി ഗവൺമെന്റ് സ്കൂൾ എന്നീ വിദ്യാലയങ്ങളിലെ 75 കേഡറ്റുകളാണ് സെറിമോണിയൽ സംയുക്ത പരേഡിൽ പങ്കെടുത്തത്. ജില്ലാ പഞ്ചായത്ത് മെമ്പർ പ്രശാന്തൻ മാസ്റ്റർ മാർച്ച് പാസ്റ്റിൽ സല്യൂട്ട് സ്വീകരിച്ചു. കുന്നംകുളം SHO ജയപ്രദീപ് കേഡറ്റുകൾക്ക് പ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുത്തു. കാട്ടകമ്പാൽ പഞ്ചായത്ത് പ്രസിഡന്റ് K ജയശങ്കർ, വാർഡ് മെമ്പർ മോനിഷ, PTA പ്രസിഡന്റ് അലി, സ്കൂൾ പ്രധാനാധ്യാപിക മേഴ്സി എന്നിവർ സംസാരിച്ചു. കമ്മ്യൂണിറ്റി പോലീസ് ഓഫീസർമാരായ ആനന്ദ്, ശ്രീജേഷ്, ജിൻസി, കമ്മ്യൂണിറ്റി പോലീസ് ഓഫീസർമാരായ സുജേഷ്, അഫ്സ, ആതിര എന്നിവർ നേതൃത്വം നൽകി. ലഹരി മാഫിയയെ പിടികൂടാൻ സഹായിച്ചതിന് പ്രതികാരം. ആനായ്ക്കലിൽ DYFI പ്രവർത്തകർക്ക് നേരെ കഞ്ചാവ് സംഘത്തിന്റെ ആക്രമണം. കണ്ണിനും തലയ്ക്കും ഗുരുതരമായി പരിക്കേറ്റ 2 പേരെ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആനായ്ക്കൽ വകയിൽ വീട്ടിൽ വർഗീസിന്റെ മകൻ ആന്റണി, കൊട്ടാരപ്പാട് വീട്ടിൽ സജീവന്റെ മകൻ സജീഷ് എന്നിവർക്കാണ് പരിക്കേറ്റത്. ഞായറാഴ്ച രാത്രിയായിരുന്നു സംഭവം. ആന്റണിയും സജീഷും വരുന്ന വഴിയിൽ മാരകായുധങ്ങളുമായി പതിയിരുന്ന സംഘം ഇവർക്ക് നേരെ പാഞ്ഞടുക്കുകയായിരുന്നു. ആക്രമണത്തിൽ സജീഷിന്റെ തലയിൽ വെട്ടേൽക്കുകയും കണ്ണിന് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു. പോക്സോ, കഞ്ചാവ് കേസുകളിൽ പ്രതികളായ സജീഷ്, അനൂപ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള ലഹരി മാഫിയ സംഘമാണ് ആക്രമണത്തിന് പിന്നിലെന്ന് പരിക്കേറ്റവർ പറയുന്നു. മാസങ്ങൾക്ക് മുമ്പ് ഇവരുടെ സംഘത്തിൽപ്പെട്ട അദീബ് എന്ന യുവാവ് ലഹരി ഉപയോഗിച്ച് ഈ മേഖലയിൽ വ്യാപകമായി അക്രമങ്ങൾ നടത്തിയിരുന്നു. അന്ന് ഇയാളെ അറസ്റ്റ് ചെയ്യാൻ പോലീസിനെ സഹായിച്ചത് DYFI പ്രവർത്തകരായ ആന്റണിയും സജീഷുമായിരുന്നു. ഇതിലുള്ള വൈരാഗ്യമാണ് ആയുധങ്ങളുമായുള്ള ആക്രമണത്തിന് പിന്നിലെന്ന് കരുതുന്നു. സംഭവത്തിൽ പരിക്കേറ്റവർ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. പ്രതികൾക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കി. വെള്ളർക്കാട് ആദൂരിൽ ഓടിക്കൊണ്ടിരുന്ന ഒമിനി വാനിന് തീപിടിച്ചു. ഡ്രൈവർ ഇറങ്ങി ഓടിയതിനാൽ ദുരന്തം ഒഴിവായി. ഇന്ന് രാവിലെ 10:45ഓടെയാണ് സംഭവം. ആദൂർ മദ്രസ പള്ളിക്കടുത്ത് വെച്ചാണ് ഓട്ടുപാറ സ്വദേശി കേളംപുലാക്കൽ കുഞ്ഞുമോന്റെ ഒമിനി വാനിന് തീപിടിച്ചത്. കർട്ടൻ ബിസിനസ് നടത്തുന്ന വാഹനമായിരുന്നു. കാറിൽ ഡ്രൈവർ, കുഞ്ഞുമോനെ കൂടാതെ 4 പേർ കൂടി ഉണ്ടായിരുന്നു. സംഭവ സമയത്ത് കുഞ്ഞുമോൻ ഒഴികെ മറ്റുള്ളവർ പുറത്തിറങ്ങിയിരിക്കുകയായിരുന്നു. വശത്തിൽ ഒതുക്കി നിർത്താനായി വാൻ പതുക്കെയാണ് ഓടിച്ചിരുന്നത്. ഈ സമയത്ത് വാഹനത്തിന്റെ അടിയിൽ നിന്ന് തീ വരുന്നത് കണ്ട് ഡ്രൈവർ കുഞ്ഞുമോൻ ഇറങ്ങി ഓടി. ഉടൻ തന്നെ തൊട്ടടുത്തുള്ള വീട്ടിൽ നിന്നും നാട്ടുകാരുടെ സഹായത്താൽ മോട്ടോർ അടിച്ച് വെള്ളം ഒഴിച്ചതിനാൽ ഒമിനി വാൻ മുഴുവനായി കത്തിയില്ല. ഇവിടെയുണ്ടായിരുന്ന ഓട്ടോറിക്ഷയിലെ അഗ്നിശമന സംവിധാനവും തീയണയ്ക്കാൻ ഉപയോഗപ്പെടുത്തി. ജനവാസ കേന്ദ്രമായതിനാൽ ഒമിനി വാൻ കത്തിയത് ആശങ്കയ്ക്കിടയാക്കി. ആർക്കും പരിക്കില്ല. ഭക്ഷ്യവിഷബാധയേറ്റ് പെരുമ്പിലാവ് അൻസാർ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന കുട്ടികളെ AC മൊയ്തീൻ MLA സന്ദർശിച്ചു. നിലവിൽ 22 കുട്ടികളാണ് അൻസാർ ആശുപത്രിയിലുള്ളത്. ഇന്നു രാവിലെ 2 കുട്ടികൾ കൂടി ചികിത്സ തേടി ആശുപത്രിയിലെത്തിയിട്ടുണ്ട്. അൻസാർ ആശുപത്രിക്ക് പുറമെ കുന്നംകുളം, ചങ്ങരംകുളം എന്നിവിടങ്ങളിലെ ആശുപത്രികളിലും ചികിത്സ തേടി വിദ്യാർത്ഥികൾ എത്തിയിട്ടുണ്ട്. ഡോക്ടർമാരുമായി ചർച്ച ചെയ്ത് മികച്ച ചികിത്സാ സൗകര്യങ്ങൾ ഉറപ്പുവരുത്തിയ ശേഷമാണ് MLA സ്കൂളിലെത്തിയത്. സ്കൂൾ അധികൃതരുമായി പ്രശ്നത്തിന്റെ ഗൗരവം ചർച്ച ചെയ്യുകയും അടിയന്തരമായി സ്വീകരിക്കേണ്ട നടപടികൾ നിർദ്ദേശിക്കുകയും ചെയ്തു. സ്കൂളിലെ കിണറിലെ വെള്ളത്തിൽ നിന്നാണ് രോഗം പടർന്നത് എന്നാണ് പ്രാഥമിക നിഗമനം. എത്രയും പെട്ടെന്ന് കിണർ വെള്ളം പരിശോധന നടത്താനും ഫലം വരുന്നതുവരെ ആശുപത്രിയിലുള്ളവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാനും സ്കൂൾ മാനേജ്മെന്റിനെ ചുമതലപ്പെടുത്തി. തൃശൂർ മെഡിക്കൽ കോളേജിൽ നിന്നും ജില്ലാ മെഡിക്കൽ സെന്ററിൽ നിന്നും വിദഗ്ധ സംഘത്തെ എത്തിച്ച് കൂടുതൽ പേർക്ക് അസുഖം ബാധിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ സ്കൂളിൽ ക്യാമ്പ് നടത്താനും MLA നിർദ്ദേശിച്ചു. അൻസാർ സ്കൂളിലെ കുട്ടികൾക്ക് ഭക്ഷ്യവിഷബാധയേറ്റ് നിരവധി ആളുകളെ വിവിധ ആശുപത്രികളിൽ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ചിലർ ഔട്ട് പേഷ്യൻ്റായി പരിശോധന നടത്തി പോയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ അൻസാറിൻ്റെ തന്നെ ഒരു സഹോദര സ്ഥാപനമായ ആശുപത്രിയിൽ അൻസാർ ഹോസ്പിറ്റലിൽ 22 കുട്ടികളുണ്ട്. ഇന്ന് രാവിലെയും ചിലർ വരുന്നുണ്ട്. മുൻപ് ചെറിയ കുട്ടികൾക്കാണ് ഇത് കണ്ടിരുന്നതെങ്കിൽ കഴിഞ്ഞ വ്യാഴാഴ്ച മുതൽ കൂടുതൽ കുട്ടികൾക്ക് ഇത് കണ്ടിരുന്നു.
വയറുവേദന, ഛർദി, പനി, പിന്നെ ലൂസ് മോഷൻ. ഇതാണ് ഈ കുട്ടികളുടെ പൊതുവായ ലക്ഷണം കാണുന്നത്. അപ്പോൾ അതിൻ്റെ ലാബ് പരിശോധന കഴിഞ്ഞൊരു കൃത്യമായ എന്തിൽ നിന്നാണ് ഇത് ഉണ്ടായിട്ടുള്ളതെന്ന് കാണണം. ഒരു ഊഹം പറയുന്നു ഇവിടുത്തെ വെള്ളത്തിൽ നിന്നാണ് അത് ഉണ്ടായത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ കാര്യം ഉൾപ്പെടെ പരിശോധിക്കാൻ വിദ്യാഭ്യാസ വകുപ്പിനോട്, അതുപോലെ തന്നെ ആരോഗ്യ വകുപ്പിനോട്, ജില്ലാ കളക്ടറോട്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെല്ലാം കൂടി ചേർന്നൊരു പരിശോധന നടത്തി ഇത് ഭാവിയിൽ ആവർത്തിക്കാതിരിക്കാനും ഇപ്പോൾ ചികിത്സ ആവശ്യമുള്ള മുഴുവൻ കുട്ടികൾക്കും ചികിത്സ ഉറപ്പാക്കാനുമുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. ആശുപത്രിയിൽ ചികിത്സയിലുള്ളവരിൽ നിന്ന് പണം ഈടാക്കരുതെന്നും മറ്റാശുപത്രിയിൽ ചികിത്സ തേടിയവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു നൽകണമെന്നും MLA നിർദ്ദേശിച്ചു. 5000-ലധികം വിദ്യാർത്ഥികൾ പഠിക്കുന്ന സ്കൂളിൽ ആരോഗ്യ വിഭാഗവും പഞ്ചായത്ത് അധികൃതരും നിർദ്ദേശിച്ച പല പ്രവൃത്തികളും നടത്തിയിട്ടില്ലെന്ന് പഞ്ചായത്ത് പ്രസിഡന്റും ജനപ്രതിനിധികളും ആരോപണമുന്നയിച്ചു. കഴിഞ്ഞ ദിവസം നടന്ന D-സോൺ കലോത്സവത്തിൽ 6000-ഓളം പേർ പങ്കെടുത്ത വിവരം പഞ്ചായത്തിനെ സ്കൂൾ മാനേജ്മെന്റ് അറിയിച്ചില്ലെന്നും ഇവർ പറഞ്ഞു. പ്രശ്നത്തിന്റെ ഗൗരവം കണക്കിലെടുത്ത് അടിയന്തരമായി സ്വീകരിക്കേണ്ട നടപടികൾ ആരോഗ്യവകുപ്പും വിദ്യാഭ്യാസ വകുപ്പും സ്കൂൾ മാനേജ്മെന്റും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ഇന്നുതന്നെ സ്വീകരിക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ടെന്ന് MLA പറഞ്ഞു. ചികിത്സ ലഭ്യമാക്കേണ്ട ആളുകൾ സ്കൂളോ പഞ്ചായത്തൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട അതിനാവശ്യമായ സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കാൻ നമുക്ക് കഴിയും. ജില്ലാ കളക്ടറും DMOയും വിദ്യാഭ്യാസ വകുപ്പിൻ്റെ DDയും ഉൾപ്പെടെയുള്ള ആളുകൾ ഈ കാര്യത്തിൻ്റെ വസ്തുത പരിശോധിച്ച് മാനേജ്മെൻറ്റുമായും അതുപോലെ തന്നെ പഞ്ചായത്തും മറ്റെല്ലാവരുമായിട്ട് ആലോചിച്ച് ആവശ്യമായ നടപടികൾ തുടർന്ന് സ്വീകരിക്കണം എന്നുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മോശപ്പെട്ട ഒരു സാഹചര്യമാണ് ഇതിലുണ്ടായിട്ടുള്ളത് എന്നുള്ള വസ്തുതയാണ്. പക്ഷെ വന്ന പ്രശ്നങ്ങളെ നേരിടാൻ സർക്കാർ പൂർണ്ണമായി പിന്തുണ നൽകും. രക്ഷിതാക്കളുടെ കുട്ടികളുടെ അവരുടെ ആരോഗ്യ പ്രശ്നം വളരെ ഗൗരവപൂർവ്വം തന്നെ കണ്ട് ആവശ്യമായ പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ധർമ്മൻ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KM നൌഷാദ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ഘോഷ് പൂവത്തിങ്കൽ, അജിത് കുമാർ, SC/ST കമ്മീഷൻ അംഗം TK വാസു, കേരള ബാങ്ക് ബോർഡ് മെമ്പർ M ബാലാജി, മറ്റ് ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ എന്നിവരും MLAയ്ക്കൊപ്പമുണ്ടായിരുന്നു. 14ാം പഞ്ചവത്സര പദ്ധതിയുടെ ഭാഗമായുള്ള 2026-27 വാർഷിക പദ്ധതിക്ക് രൂപം നൽകുന്നതിനായി കുന്നംകുളം നഗരസഭയുടെ വികസന സെമിനാർ സംഘടിപ്പിച്ചു. രാജീവ് ഗാന്ധി മെമ്മോറിയൽ മുനിസിപ്പൽ ടൗൺ ഹാളിൽ വെച്ചാണ് സെമിനാർ നടന്നത്. കുന്നംകുളം MLA AC മൊയ്തീൻ സെമിനാറിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. വാർഡ് സഭകളിൽ നിന്നും വിവിധ വർക്കിംഗ് ഗ്രൂപ്പുകളിൽ നിന്നും ലഭിച്ച നിർദ്ദേശങ്ങൾ പരിഗണിച്ച് തയ്യാറാക്കിയ പദ്ധതി രേഖ സെമിനാറിൽ ചർച്ച ചെയ്യുകയും അംഗീകരിക്കുകയും ചെയ്തു. നഗരസഭാ ചെയർപേഴ്സൺ സൗമ്യ അനിലൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ പുഷ്പ ജോൺ സ്വാഗതം പറഞ്ഞു. വൈസ് ചെയർപേഴ്സൺ PG ജയപ്രകാശ് പദ്ധതി അവതരണം നടത്തി. ചടങ്ങിൽ വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാരായ മിനി മോൻസി, മിഷ സെബാസ്റ്റ്യൻ, T സോമശേഖരൻ, ആർഷ ജിജു, കൗൺസിലർമാർ തുടങ്ങിയവർ പങ്കെടുത്തു. വളരെ പ്രധാനപ്പെട്ടതാണ്. അതിന് തുടർച്ചയില്ലാവണം എന്നുള്ളതാണ്. അല്ലാതെ നമ്മളൊന്ന് ജയിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ നിലനിൽപ്പ് പ്രശ്നമാണ്. നിലനിൽപ്പ് നോക്കണം എന്ന് വെച്ചാൽ ഭാവിയിൽ മാലിന്യങ്ങൾ സംസ്കരിക്കുന്നതിന് ഈ മാതൃകയെ വിപുലീകരിക്കേണ്ടതുണ്ടെങ്കിൽ അത് ചെയ്യണം. മറ്റൊന്നും മാർക്കറ്റിൻ്റെ നമ്മുടെ മുമ്പിൽ ഇന്ന് അവശേഷിക്കുന്ന പ്രധാനപ്പെട്ട പ്രശ്നമാണ് പണം കിഫ്ബിയിൽ നിന്ന് ലഭ്യമാക്കിയിട്ടുണ്ട്. തീരദേശ വികസന കോർപ്പറേഷൻ അതിൻ്റെ പണിയേൽപ്പിച്ചിട്ടുണ്ട്. പക്ഷെ സ്ഥലം ഏൽപ്പിച്ചു കൊടുക്കാൻ നമുക്കായിട്ടില്ല. കാരണം മുമ്പുണ്ടായിരുന്ന ഏതോ കാലത്ത് അത് PPP മോഡലിൽ പണിയാൻ തീരുമാനിച്ചതാണ്. അപ്പോൾ ആ സ്വകാര്യ ഏജൻസികളുടെ കേസും മറ്റുമൊക്കെയായിട്ട് നിരവധി പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അത് തീർത്ത് അവരുടെ അതിൻ്റെ വാല്യുവേഷൻ കണക്കാക്കി അവരുമായി ചർച്ച നടത്തി അതിനൊരു പരിഹാരം ഉണ്ടാക്കിയാൽ ആധുനിക മാർക്കറ്റായിട്ട് നമുക്ക് ഇപ്പം ചില മണക്കാട് ചെറുതാണ് തൊഴിലാളികളുടെ ജീവിതത്തിൽ അവരെ തൊഴിലെടുക്കുന്ന പരിസരം വൃത്തിയായി സൂക്ഷിക്കേണ്ട ബാധ്യത നമുക്കുണ്ട്. കേരളത്തിലെ ഗുരുവായൂർ ക്ഷേത്രം മുൻ മേൽശാന്തിയും ശബരിമല മാളികപ്പുറം മേൽശാന്തിയുമായിരുന്ന പാലക്കാട് നെടുങ്ങോട്ടൂർ മൂത്തേടത്ത് മനക്കൽ രാമൻ നമ്പൂതിരി നിര്യാതനായി. 85 വയസ്സായിരുന്നു. കുറച്ചു നാളുകളായി അക്കിക്കാവ് ഒരുവനൂർ കറുത്തേടത്ത് മനക്കൽ മകളുടെ കൂടെയായിരുന്നു താമസം. മൃതദേഹം പരേതന്റെ താൽപര്യപ്രകാരം തൃശൂർ മെഡിക്കൽ കോളേജിന് കൈമാറി. ശ്യാമള അന്തർജനമാണ് ഭാര്യ. ഷാജി, ഷീമ, നിഷ, ഷൈനി എന്നിവർ മക്കളാണ്. തിപ്പിലശ്ശേരി ചിറമനേങ്ങാട് റോഡ് സഞ്ചാരയോഗ്യമാക്കാത്തതിൽ പ്രതിഷേധിച്ച് UDF പള്ളിക്കുളം മേഖലാ കമ്മിറ്റി കഴിഞ്ഞ 5 ദിവസമായി നടത്തിവന്നിരുന്ന ഉപവാസ സമരം സമാപിച്ചു.
കഴിഞ്ഞ 5 വർഷമായിട്ടും തകർന്ന റോഡിന്റെ പുനർനിർമ്മാണത്തിനായി യാതൊരു നടപടിയും സ്വീകരിക്കാത്തതിൽ പ്രതിഷേധിച്ച് നിരവധി സമരങ്ങളാണ് UDFന്റെ നേതൃത്വത്തിൽ നടത്തിയത്. ഇനിയും റോഡിനോടുള്ള അവഗണന തുടരുകയാണെങ്കിൽ വലിയ രീതിയിലുള്ള സമരങ്ങൾക്ക് തയ്യാറാകുമെന്ന് സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി സോയ ജോസഫ് പറഞ്ഞു. വിവിധ ദിവസങ്ങളിൽ ഉപവാസമനുഷ്ഠിച്ച പ്രവർത്തകരെ ഹാരാർപ്പണം നടത്തി. തിപ്പലശ്ശേരി സെന്ററിൽ യൂത്ത് കോൺഗ്രസ് കടവല്ലൂർ മണ്ഡലം പ്രസിഡന്റ് MH ഹക്കീം അധ്യക്ഷത വഹിച്ചു. MSF ജില്ലാ ജോയിന്റ് സെക്രട്ടറിയും കടവല്ലൂർ പഞ്ചായത്ത് അംഗവുമായ സുഹൈൽ യോഗത്തിൽ മുഖ്യാതിഥിയായിരുന്നു. വാർഡ് മെമ്പറായ KP ദിവ്യ, ഭിനി സുഭാഷ്, ലീഗ് നിയോജക മണ്ഡലം സെക്രട്ടറി KK ഉസ്മാൻ, MSF ജില്ലാ പ്രസിഡന്റ് ഷഫീഖ്, കോൺഗ്രസ് വാർഡ് പ്രസിഡന്റ് നിഹാൽ എന്നിവർ സംസാരിച്ചു. നേരത്തെ പള്ളിക്കുളത്തു നിന്നും പന്തം കൊളുത്തി പ്രകടനവും സമരത്തിന്റെ ഭാഗമായി ഉണ്ടായിരുന്നു. സംസ്ഥാന ബഡ്സ് കലോത്സവത്തിൽ കലാതിലകമായ വൈദേഹിയെ ആദരിച്ചു. വേലൂർ തളിർ ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്ററിലെ വിദ്യാർത്ഥിയാണ് വൈദേഹി. തൃശൂരിൽ നടന്ന തില്ലാന കുടുംബശ്രീ ബഡ്സ് സംസ്ഥാന കലോത്സവത്തിൽ നാടോടി നൃത്തത്തിൽ സീനിയർ പെൺകുട്ടികളുടെ വിഭാഗത്തിൽ 1ാം സ്ഥാനവും ഫാൻസി ഡ്രസ് മത്സരത്തിൽ 2ാം സ്ഥാനവുമാണ് ലഭിച്ചത്. തേയിലത്തോട്ടത്തിൽ വെച്ച് നടന്ന വന്യമൃഗ ആക്രമണമാണ് സംസ്ഥാന തല കലോത്സവത്തിൽ വൈദേഹി വേദിയിൽ അവതരിപ്പിച്ചത്. ഭാവത്തിനൊപ്പം ചടുലതയാർന്ന നൃത്ത ചുവടുകളുമാണ് കലാതിലകമാക്കിയത്. റിട്ടയർഡ് സംസ്കൃത അധ്യാപകരായ വേലൂർ തുണ്ടത്ത് TC സജീവിന്റെയും ഷീലയുടെയും മകളാണ്. വേലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സ്വപ്ന രാമചന്ദ്രൻ വൈദേഹിയെ ആദരിച്ചു. വൈസ് പ്രസിഡന്റ് നിതീഷ് ചന്ദ്രൻ, പഞ്ചായത്ത് അംഗം ഷൈനി ഫ്രാൻസിസ് തുടങ്ങിയവർ പങ്കെടുത്തു. ചരിത്രപ്രസിദ്ധമായ വേലൂർ മണിമലർക്കാവ് കുതിരവേലയുടെ ഭാഗമായി തിറയും പൂതനും 18 കാവുകളുടെ ദേശങ്ങളിലേക്ക് ദേവിയെ പ്രയാണം ആരംഭിച്ചു. മുഖത്ത് അരിമാവ് കോലമണിഞ്ഞ ചിലമ്പുലിയും മണികിലുക്കവുമായി നൂറ്റാണ്ടുകാലത്തെ ചരിത്രവുമായാണ് ഇവർ ഭരണിവേലയിൽ കാവുകയറുക. ക്ഷേത്രാചാരങ്ങളുടെ ഭാഗമായി ഭഗവതി കാവുകളിൽ തിറയും പൂതനും ഒഴിച്ചുകൂടാനാവാത്ത സ്ഥാനമാണുള്ളത്. ദേശദേശാന്തരം വീടുകളിൽ ചെന്ന് വേലയുടെ സന്ദേശമെത്തിച്ച് ദേശമാകെ ഉത്സവചായ നിറയ്ക്കുന്ന പ്രയാണത്തിന് പണ്ട് ചെറുബാല്യങ്ങൾ പിൻപറ്റിയിരുന്നു. അവകാശക്കാരായ വെണ്ടിലശ്ശേരി കേളുമകൻ ത്യാഗരാജനാണ് ഇപ്പോൾ തിറയ്ക്കും പൂതനും നേതൃത്വം നൽകുന്നത്. കുതിരവേലയിൽ ദേശവേലകളിൽ ഭരണിനാളാണ് തിറയും പൂതനും ക്ഷേത്രപറമ്പിലെത്തുക. തയ്യൂർ ദേശകുതിര ക്ഷേത്രമതിൽ കെട്ടിനുള്ളിലെ ഹനുമാൻ ആലിന് സമീപമെത്തിയാൽ തിറയും പൂതനും അമ്പലപ്പറമ്പിൽ പ്രവേശിക്കുകയും മതിൽക്കെട്ടിനു പുറത്ത് തെക്കുവശത്ത് ദേവിക്ക് വേണ്ടി നടനം ചെയ്യുകയും ദേവിയെ തൊഴുതുമടങ്ങുകയും ചെയ്യും. ക്ഷേത്രത്തിലെത്തിയ ദേശവേലയെ ട്രസ്റ്റി ശിവദാസ് പെരുവഴിക്കാട്, പ്രസിഡന്റ് ശ്രീരാമൻ തെക്കോട്ട്, സെക്രട്ടറി സുജിഷ് അരുവാത്തോട്ടിൽ, ജനറൽ കൺവീനർ രാകേഷ് മേനോത്ത് പറമ്പിൽ തുടങ്ങിയവർ സ്വീകരിച്ചു. ക്ഷേത്രകോമരം അരിയറിനെ അനുഗ്രഹിച്ചതിനു ശേഷം ഭഗവതിക്ക് മുമ്പിൽ നടനം ചെയ്താണ് തിറയും പൂതനും ദേശപ്രയാണം ആരംഭിച്ചത്. കുണ്ടന്നൂർ തലശ്ശേരി റോഡിൽ ചുങ്കം ഖാദിക്ക് സമീപത്ത് പിക്കപ്പ് വാൻ നിയന്ത്രണം വിട്ട് സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലേക്ക് മറിഞ്ഞു. ആർക്കും പരിക്കില്ല. പറമ്പിന്റെ മതിൽ തകർന്നു. ഇന്ന് പുലർച്ചെ 5:30 അപകടം. വടക്കാഞ്ചേരി മച്ചാട് തിരുവാണിക്കാവ് സാമ്പിൾ വെടിക്കെട്ട് കഴിഞ്ഞ് സാധനങ്ങളുമായി മടങ്ങുകയായിരുന്ന വെടിക്കെട്ടുകാരുടെ വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. വലിയ നോമ്പാചരണത്തിന്റെ ഭാഗമായി കത്തോലിക്ക വിശ്വാസികൾ വിഭൂതി തിരുനാൾ ആചരിച്ചു. 50 നോമ്പിന്റെ ആരംഭം കുറിച്ചുകൊണ്ടാണ് കരിക്കുറി തിരുനാൾ എന്നുകൂടി അറിയപ്പെടുന്ന വിഭൂതി തിരുനാൾ ദേവാലയങ്ങളിൽ ആചരിച്ചത്. മുൻവർഷത്തെ ഓശാന ഞായറാഴ്ചയിലെ വെഞ്ചിരിച്ച് കുരുത്തോല കത്തിച്ചുണ്ടാക്കുന്ന ചാരമാണ് നെറ്റിയിൽ പൂശുന്നത്. മാനസാന്തരം, ഉപവാസം, പ്രാർത്ഥന എന്നിവയ്ക്ക് വിഭൂതി തിരുനാൾ ദിനത്തിൽ തുടക്കമിടുന്നതോടെയാണ് വലിയ നോമ്പാചരണത്തിന് കത്തോലിക്ക വിശ്വാസികൾ പ്രവേശിക്കുന്നത്. ക്രിസ്തുവിന്റെ പീഡാസഹനവും മരണവും ഉത്ഥാനവും സ്മരിച്ചുകൊണ്ടാണ് വിശ്വാസികൾ വലിയ നോമ്പ് ആചരിക്കുന്നത്. മറ്റം സെന്റ് തോമസ് ഫൊറോന ദേവാലയത്തിൽ നടന്ന വിഭൂതി തിരുക്കർമ്മങ്ങൾക്ക് സഹവികാരി ഫാദർ ജിയോ വേലുക്കാരൻ മുഖ്യ കാർമ്മികനായി. കൈക്കാരന്മാരായ ഷാജ് കെ സൈമൺ, CK ജോയ്, MJ ജോഷി, CT സ്പാർട്ടക്സ് എന്നിവർ നേതൃത്വം നൽകി. പാവറട്ടി വിശുദ്ധ ഔസേപിതാവിന്റെ തീർത്ഥകേന്ദ്രത്തിൽ വിഭൂതി തിരുനാൾ ഭക്തിനിർഭരമായി ആചരിച്ചു. രാവിലെ നടന്ന പ്രത്യേക വിശുദ്ധ കുർബാനയ്ക്കും വിഭൂതി ശുശ്രൂഷകൾക്കും വികാരി ഫാദർ ആന്റണി ചമ്പകശ്ശേരി, അസിസ്റ്റന്റ് വികാരി ഫാദർ ഫ്രാങ്കോ ഫ്രോണേസ് ചെറുതാണിക്കൽ, ഫാദർ അമൽ ചാഴൂർ എന്നിവർ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. നോമ്പിന്റെ ഭാഗമായി വരും ദിവസങ്ങളിൽ പള്ളിയിൽ പ്രത്യേക കുരിശിന്റെ വഴിയും ധ്യാനവും ക്രമീകരിച്ചിട്ടുണ്ട്. എരുമപ്പെട്ടി തിരുഹൃദയ ഫൊറോന പള്ളിയിൽ 50 നോമ്പിന്റെ ആരംഭം കുറിച്ചുകൊണ്ട് വിഭൂതി തിരുനാൾ ആഘോഷിച്ചു. പ്രത്യേക തിരുക്കർമ്മങ്ങൾക്ക് വികാരി ഫാദർ ജോഷി ആളൂർ, സഹവികാരി ഫാദർ സാന്റിയോ എലുവത്തിങ്കൽ എന്നിവർ കാർമ്മികരായി. സഹവികാരി ഫാദർ സാന്റിയോ എലുവത്തിങ്കൽ വിഭൂതിയുടെ സന്ദേശം നൽകി. കൈക്കാരന്മാരായ KA ബേബി, MK ജോഷി, KM രാജു, ജോയ് ആന്റണി എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി.
നമ്പഴിക്കാട് സെയിന്റ് സെബാസ്റ്റ്യൻ ഇടവക ദേവാലയത്തിൽ നടന്ന വിഭൂതി തിരുനാൾ ആചരണ ശുശ്രൂഷകൾക്ക് ഫാദർ ജോസ് ചെറുപ്പണത്ത് മുഖ്യകാർമ്മികനായി. ഓശാന ഞായറാഴ്ച വെഞ്ചിരിച്ചു നൽകിയ കുരുത്തോല കത്തിച്ച ചാരം ഉപയോഗിച്ച് വിശ്വാസികൾ കരിക്കുറി വരച്ചുകൊണ്ടാണ് വിഭൂതി ദിനം ആചരിച്ചത്. ഇടവക കൈക്കാരന്മാരായ CT ജെറ്റ്സൺ, CP മെൽവിൻ എന്നിവർ നേതൃത്വം നൽകി. കുന്നംകുളം പാറയിൽ സെന്റ് ജോർജ് ഓർത്തഡോക്സ് പള്ളിയിൽ വികാരി ഫാദർ സജയ് ജോസും ഫാദർ അജിൻ ചാക്കോയും ഫാദർ മെൽവിൻ മാത്യുവും ശുശ്രൂഷകരും വിശ്വാസികളും ചേർന്ന് ശുഭ്കോനോസ് ശുശ്രൂഷ നടത്തി. തുടർന്നുള്ള 50 ദിവസങ്ങളിലും ദേവാലയങ്ങളിൽ നോമ്പിലെ പ്രത്യേക പ്രാർത്ഥനയും നമസ്കാരവും ഉണ്ടാകും. പതിനാലാം പഞ്ചവത്സര പദ്ധതിയുടെ ഭാഗമായുള്ള 2026-27 വാർഷിക പദ്ധതിക്ക് രൂപം നൽകുന്നതിനായി ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് വികസന സെമിനാർ സംഘടിപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്ന സെമിനാർ കുന്നംകുളം MLA AC മൊയ്തീൻ ഉദ്ഘാടനം ചെയ്തു. വിജ്ഞാന സമ്പദ് വ്യവസ്ഥയെ അടിസ്ഥാനമാക്കി സുസ്ഥിര വളർച്ച ലക്ഷ്യമിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിക്കേണ്ടതിന് പ്രാധാന്യത്തെക്കുറിച്ച് അദ്ദേഹം സംസാരിച്ചു. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CG രഘുനാഥ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ സതീശൻ 2026-27 വർഷത്തെ വികസന കാഴ്ചപ്പാടുകൾ അവതരിപ്പിച്ചു. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിബിൻ കണ്ണൻ കരട് പദ്ധതി രേഖ അവതരിപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സിമി KR, വിവിധ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ സിനി പ്രസാദ്, അഡ്വക്കേറ്റ് KM നൌഷാദ്, ബിന്ദു ധർമ്മൻ, ജില്ലാ പഞ്ചായത്ത് മെമ്പർമാരായ AV പ്രശാന്ത്, ലീല രാമകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ വർക്കിംഗ് ഗ്രൂപ്പുകളിൽ നിന്നും ഗ്രാമസഭകളിൽ നിന്നും ലഭിച്ച നിർദ്ദേശങ്ങൾ സെമിനാറിൽ ചർച്ച ചെയ്യും. നല്ല സമ്പത്തും ആവശ്യത്തിൽ കവിഞ്ഞ സമ്പത്തും ആവശ്യങ്ങൾ പരിമിതമാണെങ്കിൽ നല്ല ആസൂത്രണം ആവശ്യമില്ല. പണമെടുത്ത് ചെലവഴിക്കുക വേണ്ടു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ബ്ലോക്ക് പഞ്ചായത്തിൽ ഈ വർഷം പദ്ധതി പണമായി നമുക്ക് ലഭിക്കും എന്ന് നാം പ്രതീക്ഷിക്കുന്നത് 7,34,00,000 രൂപയാണ്. 8 ഗ്രാമപഞ്ചായത്തുകൾ ഈ ബ്ലോക്കിന്റെ പരിധിയിൽ വരുന്നുണ്ട്. അതിലെ അനിവാര്യമായും മാറ്റിവെക്കപ്പെടേണ്ട തുക കഴിച്ചാൽ നിർമ്മാണ പ്രവർത്തികൾക്ക് ആവശ്യമായി വരുന്ന പണം. മുരളി പെരുന്നെല്ലി MLA നയിക്കുന്ന മണലൂർ നിയോജക മണ്ഡലം വികസന മുന്നേറ്റ ജാഥയ്ക്ക് തുടക്കമായി. 3 ദിവസങ്ങളിലായി നടക്കുന്ന ജാഥയുടെ ഉദ്ഘാടനം പഞ്ചാരമുക്കിൽ CPIM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ നിർവഹിച്ചു. ഗുരുവായൂർ നഗരസഭയിലെ തൈക്കാട് മേഖലയിലുള്ള കോതക്കുളങ്ങര, പാലാ ബസാർ, ചൊവ്വല്ലൂർ പടി എന്നിവിടങ്ങളിലെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിയ ശേഷം കണ്ടാണിശ്ശേരി പഞ്ചായത്തിലെ ചൊവ്വല്ലൂരിൽ ജാഥയ്ക്ക് സ്വീകരണം നൽകി. സ്വീകരണ യോഗത്തിൽ CPIM കുന്നംകുളം ഏരിയ കമ്മിറ്റി അംഗം PM മുസ്തഫ അധ്യക്ഷനായി. ജാഥ ക്യാപ്റ്റൻ മുരളി പെരുന്നെല്ലി MLA ഹാരാർപ്പണം നടത്തി സ്വീകരിച്ചു. കണ്ടാണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MP സജീബ്, അംഗങ്ങളായ സുൽഫത്ത് ബക്കർ, സൗമ്യ നിമേഷ്, ഇടതുമുന്നണി നേതാക്കൾ തുടങ്ങിയവർ ജാഥ ക്യാപ്റ്റനെ സ്വീകരിച്ചു. തുടർന്ന് കണ്ടാണിശ്ശേരി, അരിയന്നൂർ, കൂനമൂച്ചി, നമ്പഴിക്കാട്, മറ്റം, തിരുവത്ര, ആളൂർ, പെരുമണ്ണ്, മഴുവഞ്ചേരി, മണലി, ചിറനെല്ലൂർ, പാറന്നൂർ, തായങ്കാവ് എന്നിവിടങ്ങളിലെ സ്വീകരണങ്ങൾക്ക് ശേഷം ചൂണ്ടൽ സെന്ററിൽ സമാപിക്കും. ജാഥ ക്യാപ്റ്റൻ മുരളി പെരുന്നെല്ലി MLA, വൈസ് ക്യാപ്റ്റൻ VR മനോജ്, മാനേജർ TV ഹരിദാസൻ, ജാഥ അംഗങ്ങളായ ഉഷ പ്രഭുകുമാർ, KA വിശ്വംഭരൻ, PS ജയൻ, TA ജോസ്, PT ബാബു, PA രമേശൻ എന്നിവർ വിവിധ കേന്ദ്രങ്ങളിൽ സംസാരിച്ചു. കഴിഞ്ഞ 10 വർഷക്കാലം ഇടതുമുന്നണി സർക്കാർ കേരളത്തിൽ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾക്കൊപ്പം മണലൂർ നിയോജക മണ്ഡലത്തിൽ നടത്തിയ വികസന മുന്നേറ്റങ്ങളും ജനസമക്ഷം അവതരിപ്പിക്കുന്നതിനായാണ് വികസന മുന്നേറ്റ ജാഥ സംഘടിപ്പിച്ചിട്ടുള്ളത്. ബുധനാഴ്ച വൈകിട്ട് വാടാനപ്പള്ളി സെന്ററിൽ ജാഥ സമാപിക്കും. CPIM നേതാവും ജനയുഗം പത്രാധിപരുമായ രാജാജി മാത്യു തോമസ് സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. വേലൂർ സർവീസ് സഹകരണ ബാങ്ക് കർഷക സേവന കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ 11ാമത് കൊയ്ത്തുത്സവം നടത്തി. വേലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സ്വപ്ന രാമചന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു. ബാങ്ക് പ്രസിഡന്റ് സുരേഷ് മമ്പറമ്പിൽ അധ്യക്ഷനായി. വൈസ് പ്രസിഡന്റ് ജോസ് ഒലക്കെങ്കിൽ, സെക്രട്ടറി MD ജോസഫ്, അസിസ്റ്റന്റ് കൃഷി ഓഫീസർ ബൈജു, ഡയറക്ടർ ബോർഡ് അംഗങ്ങളായ സണ്ണി പുലിക്കോട്ടിൽ, സണ്ണി വടക്കൻ, ഷൈനി ഫ്രാൻസിസ്, രവി വട്ടംപറമ്പിൽ, സജീഷ് മണികണ്ഠൻ, ലിജി ലോറൻസ് തുടങ്ങിയവർ പങ്കെടുത്തു. ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ കുന്നംകുളം ബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ കേരള വനം വകുപ്പിന്റെ സഹകരണത്തോടെ ആദിവാസി ഊരുകളിൽ നടത്തിവരുന്ന ദന്താർബുദ പരിശോധനയും ബോധവൽക്കരണവും നടത്തി. പീച്ചി ഒല്ലൂക്കര മണിയൻകിണർ ഉന്നതിയിൽ നടന്ന ക്യാമ്പ് വനംവകുപ്പ് പീച്ചി ഡെപ്യൂട്ടി വാർഡൻ രാജേഷ് ഉദ്ഘാടനം ചെയ്തു. ആദിവാസി ക്ഷേമ ഇക്കോ ഡെവലപ്മെന്റ് കമ്മിറ്റി ചെയർമാൻ MA വിജയൻ അധ്യക്ഷനായി. ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ കുന്നംകുളം ബ്രാഞ്ച് പ്രസിഡന്റ് ഡോക്ടർ ഫസലുർ റഹ്മാൻ മുഖ്യാതിഥിയായി.
പാണഞ്ചേരി പഞ്ചായത്ത് മെമ്പർ സനൽ, ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ സജീവ്, ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ കുന്നംകുളം ബ്രാഞ്ച് സെക്രട്ടറി ഡോക്ടർ ജിജിൻ ജോയ് പനക്കൽ എന്നിവർ സംസാരിച്ചു. ഡോക്ടർമാരായ ജിജിൻ ജോയ് പനക്കൽ, സോണ ടി.പി, ട്രിബോ പി സാജി എന്നിവർ ക്ലാസുകൾ നയിച്ചു. തുടർന്ന് ക്യാമ്പിൽ പങ്കെടുത്തവർക്കായി ദന്തപരിശോധന നടത്തി. ഡോക്ടർമാരായ സാന്ദ്ര, ട്രിബോ പി സാജി, സോണ, ഡോക്ടർ ജിബി എന്നിവർ നേതൃത്വം നൽകി. വനംവകുപ്പ് ജീവനക്കാർക്കും ആദിവാസികൾക്കുമായി നടത്തിയ ക്യാമ്പിന്റെ തുടർ പ്രവർത്തനങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ട സ്ഥലങ്ങളിൽ പരിശോധനാ ക്യാമ്പുകളും ബോധവൽക്കരണവുമായി നടത്തുമെന്ന് ഡെന്റൽ അസോസിയേഷൻ ഭാരവാഹികൾ അറിയിച്ചു. പുന്നൂർക്കുളം ചമ്മന്നൂർ GMLP സ്കൂളിന്റെ 133 വാർഷികാഘോഷവും രക്ഷാകർതൃ സംഗമവും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഹസൻ തളികശ്ശേരി ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പറും സ്വാഗത സംഘം ചെയർമാൻ കൂടിയായ അഡ്വക്കേറ്റ് മുഹമ്മദ് റയീസ് അധ്യക്ഷത വഹിച്ചു. ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK ഷിബു സമ്മാന വിതരണം നടത്തി. PTA പ്രസിഡന്റ് മുസ്തഫ, സ്വാഗത സംഘം ജനറൽ കൺവീനർ അഷ്കർ അറക്കൽ, SMC ചെയർമാൻ അലി തറയിൽ, MPTA പ്രസിഡന്റ് സുനീറ, സ്കൂൾ ലീഡർമാരായ മുഹമ്മദ് അയാൻ, അമീന, അസ്മിൻ എന്നിവർ സംസാരിച്ചു. പ്രധാനാധ്യാപിക ബിന്ദു ടീച്ചർ സ്വാഗതവും PTA വൈസ് പ്രസിഡന്റ് യഹദ നന്ദിയും പറഞ്ഞു. സ്കൂൾ സ്റ്റാഫ് സെക്രട്ടറി അശ്വതി ടീച്ചർ റിപ്പോർട്ട് അവതരിപ്പിച്ചു. അംഗൻവാടി കുട്ടികളുടെയും സ്കൂൾ വിദ്യാർത്ഥികളുടെയും പൂർവ്വ വിദ്യാർത്ഥികളുടെയും കലാപരിപാടികളും സ്കൂളിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച തായ്ക്കൊണ്ടോ പ്രദർശനവും മ്യൂസിക് നൈറ്റ് മിമിക്സും അരങ്ങേറി. പോർക്കുളം പഞ്ചായത്തിലേക്ക് തെരഞ്ഞെടുത്ത വെസ്റ്റ് മങ്ങാട് ഗ്രാമീണ വായനശാല ഭരണസമിതി അംഗങ്ങളായ തമ്പി ജോബിനെയും വിജിത പ്രജിയെയും വായനശാലയുടെ നേതൃത്വത്തിൽ ആദരിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് KA ജ്യോതിഷ് ഉദ്ഘാടനം ചെയ്തു. വായനശാല പ്രസിഡന്റ് മങ്ങാട് ഡെന്നീസ് അധ്യക്ഷത വഹിച്ചു. ഭരണസമിതി അംഗങ്ങളായ പ്രമോദ് മാധവൻ, ശ്രേയ KS, PK മോഹൻദാസ്, സൽമ കൊച്ചു എന്നിവർ സംസാരിച്ചു. തുടർന്ന് അക്ഷര കരോൾ അവതരണവും ഉണ്ടായിരുന്നു. എരുമപ്പെട്ടി കരിയന്നൂർ ശിവവിഷ്ണു ക്ഷേത്രത്തിൽ ശിവരാത്രി മഹോത്സവം ആഘോഷിച്ചു. പുലർച്ചെ 5:30 നട തുറന്നു. തുടർന്ന് ഗണപതി ഹോമം, നവകം, പഞ്ചഗവ്യം, 1000 കുടം ധാര എന്നിവയുണ്ടായി. വിശേഷാൽ പൂജകൾക്ക് തന്ത്രി വാസുദേവൻ തിരുമേനി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. വൈകിട്ട് ചുറ്റുവിളക്ക്, അഷ്ടപതി എന്നിവയും NSS കരയോഗം, എരുമപ്പെട്ടി, ത്രയംബകം, കരിയന്നൂർ എന്നീ ടീമുകളുടെ വീരനാട്യം ഉൾപ്പെടെ നിരവധി കലാപരിപാടികളും അരങ്ങേറി. CMAയിൽ ഓൾ ഇന്ത്യ 47ാം റാങ്കും കേരളത്തിൽ 8ാം റാങ്കു നേടിയ യദുകൃഷ്ണനെ ഒറ്റപ്പിലാവ് വിവേകാനന്ദ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ അനുമോദിച്ചു. ക്ലബ്ബ് പ്രസിഡന്റ് പ്രഭാത് പൊന്നാട അണിയിച്ചു. വർക്കിംഗ് പ്രസിഡന്റ് രേഷ്മ രഗനേഷ് ഉപഹാരം നൽകി. ചാലിശ്ശേരി പയ്യേഴി വളപ്പിൽ രവീന്ദ്രൻ, വിനീത ദമ്പതികളുടെ മകനാണ് യദുകൃഷ്ണ. അനുമോദന ചടങ്ങിന് ആദർശ്, അജിത്ത് PK, അഭിജിത്ത്, വിപിൻ VK, രഗനേഷ്, അനൂപ് നാരായണൻ എന്നിവർ നേതൃത്വം നൽകി. KLM എളവള്ളി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ തൊഴിലാളി സംഗമം നടത്തി. നിർമ്മാണ, മോട്ടോർ, തയ്യൽ തുടങ്ങിയ വിവിധ മേഖലകളിലുള്ള തൊഴിലാളികളുടെ സംഗമമാണ് സംഘടിപ്പിച്ചത്. എളവള്ളി പാരിഷ് ഹാളിൽ നടന്ന സംഗമം തൃശൂർ അതിരൂപത KLM ഡയറക്ടർ ഫാദർ പോൾ മാളിയമ്മാവ് ഉദ്ഘാടനം ചെയ്തു. എളവള്ളി ഇടവക വികാരി ഫാദർ ഫ്രാങ്ക്ലിൻ കണ്ണനായ്ക്കൽ ആമുഖ പ്രഭാഷണം നടത്തി. KLM എളവള്ളി യൂണിറ്റ് പ്രസിഡന്റ് KM ആൻഡോ അധ്യക്ഷനായി. തൃശൂർ അതിരൂപത മേഖലാ സെക്രട്ടറി PI ഷാജു, മോട്ടോർ തൊഴിലാളി യൂണിയൻ പ്രസിഡന്റ് സൈമൺ വെടുക്കൂട്ട്, ഔസേപ്പ് എളവള്ളി, സീമ ഷാജു, ലോഫി റാഫേൽ, CK ജോയ്, ഷൈനി ഷാജി എന്നിവർ സംസാരിച്ചു. ചരമം. ചാട്ടുകുളം ചിറ്റഞ്ഞൂർ പരേതനായ കാണങ്കോട്ട് അപ്പുകുട്ടൻ മകൻ സൂര്യൻ നിര്യാതനായി. 67 വയസ്സായിരുന്നു. സംസ്കാരം കോട്ടപ്പടി ഗുരുവായൂർ നഗരസഭാ ക്രിമിറ്റോറിയത്തിൽ നടത്തി. LIC ഏജന്റായിരുന്നു പരേതൻ. കാർത്തിയേനി മാതാവും മിനി ഭാര്യയുമാണ്. സ്വാതി, നീതു എന്നിവർ മക്കളാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. എരുമപ്പെട്ടി ചിറമനങ്ങാട് നെല്ലിക്കുന്നിൽ വീടിനുള്ളിൽ മനുഷ്യന്റെ അസ്ഥികൂടം കണ്ടെത്തിയ സംഭവത്തിൽ പോലീസ് അന്വേഷണം ഊർജിതം. ഫോറൻസിക് വിഭാഗം സ്ഥലത്തെത്തി പരിശോധന നടത്തി. സ്ത്രീയുടെ ശരീരാവശിഷ്ടങ്ങളാണ് കണ്ടെത്തിയതെന്ന് പ്രാഥമിക സൂചന. കാട്ടകമ്പാൽ കരിച്ചാൽ കടവിൽ ശിവരാത്രി ആഘോഷത്തിനിടെയുണ്ടായ സംഘർഷത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റു. പെങ്ങാമുക്ക് പീടികേശ്വരം ക്ഷേത്രത്തിലേക്ക് ആഘോഷങ്ങൾ കൊണ്ടുപോകുന്നതിനിടെയാണ് ക്ലബ്ബുകൾ തമ്മിൽ സംഘർഷമുണ്ടായത്. സംഭവത്തിൽ ഇരു വിഭാഗത്തിൽപ്പെട്ടവർക്കുമെതിരെ കേസ്. മാനവരുടെ പാപപരിഹാരത്തിനായി സ്വയം ബലിയായി തീർന്ന ദൈവപുത്രന്റെ കുരിശുമരണത്തിന്റെയും ഉത്ഥാനത്തിന്റെയും സ്മരണയിൽ ക്രൈസ്തവർ വലിയ നോമ്പിലേക്ക് പ്രവേശിച്ചു. വിശ്വാസികൾക്കിനി വ്രതാനുഷ്ഠാനത്തിന്റെയും പ്രാർത്ഥനയുടെയും നാളുകൾ. വലിയ നോമ്പാചരണത്തിന്റെ ഭാഗമായി കത്തോലിക്ക വിശ്വാസികൾ വിഭൂതി തിരുനാൾ ആചരിച്ചു.
പെരുമ്പിലാവ് അൻസാർ സ്കൂളിലെ ഭക്ഷ്യവിഷബാധ. വിവിധ ആശുപത്രികളിൽ ചികിത്സയിൽ കഴിയുന്ന കുട്ടികളുടെ ആരോഗ്യനില മെച്ചപ്പെടുന്നു. ചികിത്സയിൽ കഴിയുന്ന കുട്ടികളെ AC മൊയ്തീൻ MLA സന്ദർശിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.